ശ്രീ തമ്പാൻ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇപ്പോൾ ആ കമ്പനിയെ സംബന്ധിച്ച് അവർക്ക് സാമ്പത്തിക പ്രതിസന്ധിയില്ല എന്ന് മാത്രമല്ല, ജീവനക്കാരുടെ ബെനിഫിറ്റ്സ് ഒക്കെ കൊടുക്കുന്നതിൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല. ആ കാര്യത്തിൽ ജീവനക്കാർ സന്തുഷ്ടിയുള്ള ആളുകളുമാണ്. പക്ഷെ പ്രശ്നം ഓവർ ടൈം ജോലി ചെയ്യേണ്ടി വരുന്നു. അതുപോലെ തന്നെ ഈ സൺഡേസ് സാറ്റർഡേസ് ഒക്കെ ജോലി ചെയ്യേണ്ടി വരുന്ന സന്ദർഭത്തിൽ ഇവർ അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. ലേബർ കോർട്ടിൽ കംപ്ലൈൻറ്റ് പോകുന്നു. അപ്പോൾ ലേബർ നിയമങ്ങൾ പാലിക്കണം, അതല്ലെങ്കിൽ ഇതാ ഇങ്ങനെ നിയമങ്ങളുണ്ട്, ഇങ്ങനൊരു വ്യവസ്ഥയുണ്ട്, ഞങ്ങൾക്ക് അവകാശങ്ങളുണ്ട്, ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല, ഏകാധിപത്യപരമായി. അത് ശരി, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വേണ്ട, ഞങ്ങൾ വേറെ ആൾക്കാരെ, വേറെ ഹ്യൂമൻ റിസോഴ്സിനെ വേറെ സ്ഥലത്ത് വെച്ച് വർക്ക് ചെയ്യിച്ചോളാം. ഇത് നമ്മുടെ ഒരു പുതിയ വർക്ക് കൾച്ചറിൻ്റെ കൂടി ഭാഗമായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിസൈനായിട്ടോ വരികയാണ്. എന്താണ് ഇക്കാര്യത്തിൽ ഭരണകൂടങ്ങൾക്കൊക്കെ എന്താണ് ചെയ്യാൻ കഴിയുക? അവരും നിസ്സഹായരല്ലേ? എക്സാക്ട്ലി അതാണ് കാരണം. അതിനുള്ള അവകാശം തൊഴിലുടമയ്ക്ക് കിട്ടിയ സ്ഥിതിക്ക് പുതിയ ലേബർ കോഡ് പ്രാബല്യത്തിൽ വരികയും വ്യവസായം സംരക്ഷിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെയും നിയമത്തിൻ്റെയും ചുമതല എന്ന് വരികയും ചെയ്യുമ്പോൾ മാനേജ്മെൻറ്റുകൾ ഇത്തരം നടപടികൾ സ്വീകരിക്കും, പ്രത്യേകിച്ചും വിദേശ മാനേജ്മെൻറ്റുകൾ. ഇതിനെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ സജീവമായി നേരിടണമെങ്കിൽ ആവശ്യമായിട്ടുള്ളത് ഇവരുടെ ആസ്ഥാനമായ അമേരിക്കയിൽ ടെക്സാസിൽ ആ ഏറ്റവും ഉയർന്ന മാനേജ്മെൻറ്റിൻ്റെ മുൻപാകെ ഈ പ്രശ്നങ്ങൾ ശക്തമായ ഒരു ട്രേഡ് യൂണിയൻ മുഖേന കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിന് ആ ഒരു മാർഗം അടിയന്തരമായി അവിടുത്തെ തൊഴിലാളികൾ സ്വീകരിക്കണം. ഞാനിത് പറയുന്നത് ഒരു അനുഭവത്തിൽ കൂടിയാണ്. ഡൽഹിയിലുള്ള മാരുതി സുസുക്കി കമ്പനിയിൽ ഉണ്ടായ വലിയൊരു സമരമുണ്ട്. അവിടെ ഒരു കൊലപാതകം വരെ നടന്ന സംഭവമാണ്. അവിടുത്തെ ജീവനക്കാരെ സ്ഥിരമായി അകറ്റി നിർത്തി. നമ്മളിവിടെ എല്ലാവരും ആവോളം ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി. പക്ഷേ ഏതെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അത്തരമൊരു സാഹചര്യത്തിൽ ജപ്പാനിലുള്ള JTUC എന്ന് പറയുന്ന തൊഴിൽ സംഘടന, ആ തൊഴിൽ സംഘടന ജപ്പാനിലെ സുസുക്കിക്ക് ഇവിടെ നിന്നും നമ്മൾ കൊടുത്ത ആവശ്യപ്രകാരം ആ പ്രശ്നം ജപ്പാനിൽ ഉന്നയിക്കുകയും അത് അന്തർദേശീയ തൊഴിൽ സംഘടനയായ ITUC എന്ന ലോക തൊഴിലാളി സംഘടന ഏറ്റെടുക്കുകയും അവിടെ വെച്ച് തീർപ്പുണ്ടാകുകയും മാരുതി സുസുക്കിയിലെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുകയും ചെയ്തു. ഞാനിത് പറയുന്നത് വിദേശ കമ്പനികൾ ഇവിടെ നടത്തുന്ന ഇത്തരം സ്ഥാപനങ്ങളുടെ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് ഇപ്പോൾ ഇവിടെ തന്നെ വിശദീകരിക്കപ്പെട്ടതുപോലെ ഇപ്പോൾ തൊഴിൽ നഷ്ടപ്പെട്ടിരിക്കുന്ന ആളുകളോട് തുല്യമായ പദവികൾ വഹിക്കുന്ന അല്ലെങ്കിൽ അതിനേക്കാൾ സ്വല്പം മുകളിൽ മാത്രമുള്ള ഒരു വ്യക്തി മന്ത്രിയുടെ മുമ്പിലായിരുന്നാലും ലേബർ കമ്മീഷന്റെ മുമ്പിലായിരുന്നാലും ഹാജരായാൽ അവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഉറപ്പുകൾ വളരെ വളരെ ചെറുതാണ്. അതിന് ഒരു നയപരമായ ബാധ്യത ഉണ്ടാകുകയില്ല. അവർക്ക് കിട്ടുന്ന നിർദ്ദേശങ്ങളനുസരിച്ച് പ്രവർത്തിക്കുക മാത്രമേ ഉള്ളൂ. ഒരു കൺസിലിയേഷനോ ഒരു മധ്യസ്ഥ ശ്രമമോ വിജയിക്കണമെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവർ മുഖാമുഖം കണ്ട് ചർച്ച ചെയ്യുമ്പോഴാണ് അതിന് അവസാനമുണ്ടാകുക. ഇപ്പോൾ ലേബർ മന്ത്രി വിളിച്ചു കൂട്ടുന്ന സമ്മേളനങ്ങളിൽ ഇതിൻ്റെ ശുഭപര്യവസാനം എന്തായിരിക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതേ അവസരത്തിൽ അമേരിക്കയിലുള്ള ഒറ്റ ട്രേഡ് യൂണിയൻ സംഘടന മാത്രമേ അമേരിക്കയിലുള്ളൂ. AFL-CIO എന്ന് പറയുന്ന അമേരിക്കയിലെ കേന്ദ്ര ട്രേഡ് യൂണിയനുകളിൽ ഈ പ്രശ്നം കൊണ്ടുവരികയും അവർ അമേരിക്കൻ മുതലാളിയുടെ മുൻപാകെ അവിടെ കൊണ്ടുവരികയും ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ അന്തർദേശീയമായി ഉണ്ടാകുമെന്ന് മാനേജ്മെൻറ്റിനെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ഈ മാനേജ്മെൻറ്റ് മുട്ടുമടക്കും. മാരുതി സുസുക്കിയുടെ കാര്യത്തിൽ അതാണ് ഉണ്ടായത്. അത്തരമൊരു ഇടപെടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കമ്പനിക്ക് അന്തർദേശീയ തലത്തിൽ ഉണ്ടാകുന്ന തിരിച്ചടികളെക്കുറിച്ച് അവർ ബോധവാന്മാരാകും. അങ്ങനെ അന്തർദേശീയ തലത്തിൽ ILO പോലെയുള്ള സ്ഥാപനങ്ങളിൽ അന്തർദേശീയ തലത്തിൽ വ്യാപാര രംഗത്ത് അവർക്ക് കരിമ്പട്ടിയിൽ ഉൾപ്പെടുകയോ ഡിസ്ക്വാളിഫിക്കേഷൻ വരികയോ തൊഴിലാളി വിരുദ്ധ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തു എന്ന് പറയുന്നത് ആ കമ്പനിയുടെ നിലനിൽപ്പിനെ അന്തർദേശീയമായി ബാധിക്കും. അപ്പോൾ അടിയന്തരമായി നാം ചെയ്യേണ്ടത് ഇത് നമ്മുടെ ട്രേഡ് യൂണിയൻ സംഘടനകൾ
അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനകളാണ്. ഈ പ്രശ്നം ഈ അന്തർദേശീയ തലത്തിലുള്ള ട്രേഡ് യൂണിയനുകളുടെ മുൻപാകെ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്നാൽ അത് അവിടെ ടേക്കപ്പ് ചെയ്യുകയും തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ളവർ മുകളിൽ നിന്ന് ഇടപെട്ട് അതിന് പരിഹാരമുണ്ടാക്കുകയും ചെയ്യും. നാം നടത്തുന്ന ലേബർ കോൺഫറൻസുകൾ വിജയിച്ചു എന്ന് വരാം, വിജയിച്ചില്ല എന്ന് വരാം. നമ്മുടെ നാട്ടിൽ നിന്ന് നിലനിൽക്കുന്നത് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ലേബർ കോഡ് അതിന് പര്യാപ്തമാണ്, മാനേജ്മെൻറ്റിന് സഹായകരമാണ്. നാം ഈ വെച്ചിട്ടുള്ള കരാർ അതിന് സഹായകരമാണ്. ഇവിടെ ആകെയുള്ള ഒരു തെറ്റ് 300-ൽ അധികം ജീവനക്കാരുള്ളവരെ പിരിച്ചുവിട്ടു എന്നുള്ള നിയമപരമായ ഒരാനുകൂല്യം അത് കോമ്പൻസേറ്ററി ആണ്. അതുകൊണ്ട് തൊഴിൽ തിരിച്ചു കിട്ടണമെന്നില്ല. അവർ ചെയ്ത നടപടി തുടർന്ന് നടപടിക്കൊണ്ടു പോകാനാണ് തീരുമാനമെങ്കിൽ അതിന് പ്രതിവിധി മാത്രം ചെയ്താൽ മതിയാകും. പക്ഷേ ശാശ്വതമായ പരിഹാരം പ്രശ്നത്തിനുണ്ടാകുന്നില്ല. ഇവിടെ ശാശ്വതമായ പരിഹാരമാണ് വേണ്ടത്. അതിന് ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ അനിവാര്യമാണ്. ഈ തൊഴിലാളികളും അവരുടെ ട്രേഡ് യൂണിയൻ നേതൃത്വവും അതിനുവേണ്ടി ശ്രമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും.